ജോലി ചെയ്ത ആളുകൾ പലരും പല സ്ഥലത്തും പല ജോലിയിലേക്കും മാറിയപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂട്ടിയ ഒരു ഇഫ്താർ മീറ്റപ്പിന്റെ വീഡിയോ. ഈ ഹോട്ടല് മാറ്റി പിടിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നമ്മൾ തന്നെ എല്ലാവരും കൂടി ഇന്ററാക്ട് ചെയ്യുന്ന ഇൻവോൾവ് ആവുന്ന രൂപത്തിലുള്ള ഒരു 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 വൈബ് തുറക്കിക്കും. അതെ അതെ, ചേർന്ന് നിൽക്കുക സംഭവിക്കട്ടെ. നമുക്ക് ഇനി എവിടെങ്കിലും ഒരു പാർക്ക് അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതുപോലെ എല്ലാവർക്കും എത്തിച്ചേരാൻ എളുപ്പമുള്ള അൽ റഹബ പാർക്കിൽ തുറവി നടത്താൻ തീരുമാനിച്ചു. വരുന്ന ആളുകൾ ഓരോരുത്തർ ഓരോ ഐറ്റംസ് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ലിസ്റ്റും തയ്യാറാക്കി. ഞങ്ങൾ മുസഫക്കാര് ബിരിയാണിയും എണ്ണക്കടിയും കൊണ്ടുവരാന്ന് പറഞ്ഞ് അങ്ങനെ പച്ചമാങ്ങയിലെ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് 30 പേർക്കുള്ളത്. അങ്ങനെ അൽ റഹബ പാർക്കിലെത്തി. കൂടെ ഷെരീഫ് കെയും ജലീലിക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇഫ്താർ നടത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോ ഈ പാർക്ക്. നല്ല വിശാലമായ സ്ഥലം. നമുക്ക് നോമ്പുതുറയായിട്ടൊരു സൈഡിൽ കൂടെ അതിന് പറ്റിയൊരു സ്ഥലം നോക്കി. ഇവിടെ നല്ല അടിപൊളിയാണ്. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ട് കാണുക. ലിജാസിക്ക് ഹാരിസിക്കും വന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ എന്തൊക്കെയോ സാധനമുണ്ട്, ജ്യൂസൊക്കെ പറഞ്ഞിട്ടുള്ളത് കന്നാസിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ പഴയ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടുന്നൊരു വൈബുണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. ഓരോരുത്തരും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ നിരത്തി വെക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോഴുള്ള സ്വറപറച്ചിലുകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ടീമിൻ്റെ നേതാവ് സലീം കെയും അലിക്കൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നതിൻ്റെ പരിചയം പുതുക്കലും കെട്ടിപ്പടുത്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ വലിയൊരു ബക്കറ്റിൽ എന്തോ സാധനം കൂത്തിയും മുസ്ലിം താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ട കുടിവെള്ളം യൂസുഫ് ഹാജി ഏറ്റിക്കൊണ്ടിരുന്നു. അപ്പുറത്ത് ഷറഫുക്ക ക്യാമറ കണ്ടപ്പോൾ വല്ല വെള്ളക്കുപ്പി താഴെ വെച്ചിട്ട് നടന്ന് വല്ല അറിയാത്ത പോലെ നടന്നു വരുന്നുണ്ടില്ലേ. സിസിസ്റ്റൂവിൻ്റെ ബാക്കി ടീമുകളൊക്കെ കടന്നു വരുന്നുണ്ട്. വലിയൊരു ചെമ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചെമ്പൊക്കെ കാലി ചെമ്പാട്ടോ. സ്വറപറച്ചിലും കെട്ടിപ്പിടുത്തം അങ്ങനെ എല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഷെരീഫ് കെയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഏകദേശം എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇനി നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ നിർബന്ധമാണല്ലോ, അതൊക്കെ ഓർമ്മകൾ ബാക്കിയാകുള്ളൂ. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. ഇനി നമുക്ക് തുറവിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഷെരീഫ് ഖാനും കൂത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കഴുകിയെടുത്ത ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. നമ്മുടെ അളിയൻ ഇതാ കാലി ബോക്സായിട്ട് ഏറ്റി വരുന്നത് 50 കിലോൻ്റെ അരിച്ചാക്കി ഏറ്റുന്ന ക്ഷീണത്തിലാണ് കൊണ്ടുവരുന്നത്. അളി എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രം അളിയനല്ല കേട്ടോ, ആള് തിരുവനന്തപുരത്തുകാരനാണ്. അളിയാവിളി എന്തായി സ്വന്തം പേരായി മാറി. അടിഞ്ഞോക്കിൻ്റെ മൊത്തം അളിയനായിട്ട് നമ്മുടെ അളിയൻ മാറി. വലിയ ബക്കറ്റ് താങ്ങി പിടിച്ചു കൊടുക്കുന്ന നല്ല ഫ്രഷ് ജ്യൂസാണ്. എൻ്റെ മോനെ മെയിൻ ഐറ്റം നല്ല ബീഫ് ബിരിയാണി സലീം കെ ലിജാസ് ഏറ്റി കൊണ്ടുവരാണ്. ഫ്രൂട്ട്സ് കട്ടിങ്ങും അഭിപ്രായം പറച്ചിലും അതിൻ്റെ ഇടയിലെ തർക്കവും എല്ലാം നടക്കുന്നുണ്ട്. എല്ലാം രസമാട്ടോ, എല്ലാം ഒത്തുകൂടുമ്പോഴേ രസമാണ്. അളിയൻ്റെ നേതൃത്വത്തിൽ ഇരിപ്പിടം തയ്യാറാക്കലാണ്. 2-3 പായ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാർപ്പറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ സൂപ്പർ വിരിച്ച് വെള്ളക്കുപ്പി വെച്ച് ഓരോന്നിങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ജലീൽക്കൊക്കെ ഏതായാലും ആവേശം കൂടിയിട്ടുണ്ട്. ജ്യൂസൊക്കെ എടുത്തെറിഞ്ഞ് അടുപിടി വെക്കാനുള്ള പരിപാടിയാണ്. ആവേശം കൂടി കല്യാണപ്പറയിൻ്റെ പ്രതീതിയപ്പെട്ടുള്ളത് കേട്ടോ. ജ്യൂസ് അടിച്ച് പ്രത്യേക കുപ്പിയിൽ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ബോട്ടിൽ കൂത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. എണ്ണക്കടികളൊക്കെ ഓരോന്ന് എടുത്ത് വെക്കുകയാണ്. പഴംപൊരിയും പിന്നെ പൊക്കവടയാണ് കൊടുത്തിട്ടുള്ളത്. ലിജാസിക്ക് 2 കുപ്പി ജ്യൂസ് കൊടുക്കണം. അതിൻ്റെ പറ്റില്ല എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ട് എല്ലാവരും എന്തായി നോമ്പ് തുറക്കാൻ വേണ്ടി റെഡിയായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. സംഗതി നല്ല ഒഴിഞ്ഞ നല്ല ഏരിയയാണ്, അടിപൊളി സ്ഥലമാണ്. നല്ല നോമ്പ് തുറക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണെങ്കിലും ചെറിയൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ചെറിയൊരു ഈച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. സാധനങ്ങളൊന്നും തുറന്നു വെക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മളെന്തായി അടച്ചു വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. കാലങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഉള്ള സൗഹൃദ പറച്ചിലും പിന്നെ സംസാരങ്ങളും കളിയാക്കലുകളും എല്ലാം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം, എല്ലാം രസമാണല്ലോ. അങ്ങനെ നമ്മൾ ഇഫ്താറിൻ്റെ ടൈമായി നോമ്പ് തുറക്കുകയാണ്. പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു പള്ളിയുണ്ട്. അവിടെ പോയിട്ട് നിസ്കാരം കഴിഞ്ഞു. കുറച്ചൊക്കെ സൊറ പറഞ്ഞ് വർത്തമാനം പറഞ്ഞതിന് ശേഷം സലീം ഖാൻ്റെ നേതൃത്വത്തിൽ ഇതാ ബിരിയാണി ദം പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തലമുറകളുടെ കൈമാറ്റം. പുതിയ ടീം ഏതാ അവിടെ ചെമ്പോട്ടിക്കുന്ന? ബിരിയാണി കണ്ടിട്ട് നല്ല അടിപൊളി ബിരിയാണിയാണ്. കഴിച്ചിട്ട് അഭിപ്രായം പറയാം ബാക്കി.
ബിരിയാണി ഏതായാലും മോശമൊന്നുമില്ല, അടിപൊളിയാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ബീഫൊക്കെ നല്ല വെന്ത് അടിപൊളി ബിരിയാണി തന്നെ. അവസാനത്തെ ആൾക്കും ചോറ് വിളമ്പിൻ്റെ ശേഷം ഞാൻ ഇരിക്കൂ എന്നുള്ള വാശിയിലാണ് ഹാരിസ്ക. ഇതൊരു നോമ്പ് തുറവി മാത്രമല്ല കേട്ടോ. പരിചയമുള്ള ആളുകൾ പല സ്ഥലത്തും പല ജോലിയിലേക്ക് മാറി നിൽക്കുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുമ്പോൾ സംസാരിച്ച് കളിയാക്കലുകളും മറ്റൊക്കെ നടക്കുമ്പോൾ ഒരു രസമുണ്ടല്ലോ, ഇത് വേറെ തന്നെയാണ്. ഇതൊന്ന് അനുഭവിച്ചറിഞ്ഞ് വേണം കേട്ടോ. അവസാനമായിട്ട് നല്ലൊരു ചായ മുർഷാദിൻ്റെ വകയുണ്ട്. എല്ലാവരും ചായയിലേക്ക് തിരിഞ്ഞു. പിന്നെ ഓരോരുത്തരുടെ അനുഭവം പങ്കുവെക്കലും ചർച്ചകളൊക്കെയാണ്. നമ്മളെല്ലാവരും ചേർന്ന് നിന്നപ്പോൾ ഉണ്ടായ ഈ ഒരു വല്ലാത്ത സന്തോഷം, അത് പരസ്പരം ഒന്ന് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് ആസ്വദിച്ചെന്നാണ് വേണ്ടി പറയുന്ന ഒരു അതെ മിർഷൂൻ്റെ ചായ. ഫ്ലാസ്ക് ജലീലാണെങ്കിലും ചായ മിർഷൂൻ്റെ. നമ്മൾ വ്യത്യസ്ത സമയങ്ങളിൽ 62 അല്ലേ, വ്യത്യസ്ത സമയങ്ങളിൽ പല കാലങ്ങളിൽ അവിടെ ജോലി ചെയ്ത് മിണ്ടി പറഞ്ഞ് ആ ചുറ്റുവട്ടങ്ങളിലൂടെയൊക്കെ വ്യത്യസ്ത സമയങ്ങളിൽ കളിച്ചും തമാശ പറഞ്ഞും ചിരിച്ചും ഒരു ക്യാമ്പസ് ലൈഫ് പോലെ ജീവിച്ച ആ ഇടത്തുനിന്ന് വീണ്ടും നമ്മളെന്താണ് ഈ ഒരു മുറ്റത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പാർക്കിലേക്ക് എത്തി വളരെ മനോഹരമായിട്ട്. ഇത്തരത്തിലൊരു പരിപാടി നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്തിട്ടൊന്നും നടക്കാതെ പോയതാണ്. പക്ഷേ ഈ നോമ്പുറ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വെച്ച് ഇവിടെ വരികയും ഇതിൽ പങ്കെടുക്കുകയും ഓണം സ്നേഹം പങ്കുവെക്കൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന് നന്ദി. കൂടുതൽ യാദൃശികമായിട്ടാണ് എൻ്റെ ഒരു വിസിറ്റിംഗ് വരവും അതിൽ ഈ ഒരു ഒത്തുകൂടലും അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എല്ലാവരും ഒന്നും എന്തായാലും കാണാൻ പറ്റൂലായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ മിസ്സാവും എങ്ങനെയാലും നമ്മൾ. എൻ്റെ പേരിൽ ഇജാസ് എല്ലാവർക്കും അറിയാം. മാഷാഅല്ലാഹ് ഞാൻ 62 വരെ കൂടെ ഒക്കെ വർക്ക് ചെയ്തതാണ്. നല്ല എക്സ്പീരിയൻസ് ആണ് ഇയാളെ പേരൊക്കെ വർക്ക് ചെയ്യുന്നത്. മാഷാഅല്ലാഹ് നല്ല. ആദ്യം നമ്മൾ പറഞ്ഞ പരിപാടി എന്തായിരുന്നു, ഒരു ഹോട്ടലിൽ പോയിട്ട് ഞാനും അസ്ലു പറഞ്ഞ സംഭവം അതായിരുന്നു. ഈ ഹോട്ടലിൽ കാണാൻ നമുക്ക് ഇങ്ങനെ കൂടാനും സംസാരിക്കാനും പറ്റൂല ചിലപ്പോൾ. ഇത് നല്ലൊരു പ്ലാനാണ്. അപ്പോൾ ഈ ഒരു പ്ലാനിനെ ഇതുപോലെ തന്നെ നമുക്ക് എന്താകണം, നോമ്പല്ലാത്ത സമയത്ത് പുറത്തൊരു ടെൻ്റൊക്കെ അടിച്ചിട്ട് വേറൊരു പരിപാടി, ഒരു ആടിനൊക്കെ ചുട്ട് കാണ്ടോ അങ്ങനെന്തെങ്കിലുമൊക്കെ ചാർക്കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വലിയൊരു പരിപാടി നമുക്ക് നടത്തണം. അങ്ങനെ മറക്കാനാകാത്ത ഓർമ്മകൾ അയവിറക്കിയ ഈ ഒരു പരിപാടി ഒത്തുചേരൽ സമാപിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.